ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങളൊരു നാടൻ വീട്ടിലെ ഊണ് തപ്പി കുറേ നടന്നു കേട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് സൺഡേ അല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ സൺഡേ ആയതുകൊണ്ട് ഒരു കടയും തുറന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തപ്പി തപ്പി ചെന്ന് കണ്ടുപിടിച്ചതാണ് ഈ ആര്യാസ് ഹോട്ടൽ. പ്യുവർ വെജ് ഹോട്ടലാണ് കേട്ടോ. ഉച്ച ടൈമിലാണ് ചെന്നെങ്കിലും അവിടെ അപ്പോഴും മസാല ദോശയും ഗീ റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഊണായതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത് ഊണാണ്. ഊണ് വരുന്ന ടൈം കൊണ്ട് ഞാൻ അവിടുത്തെ ഇൻറ്റീരിയർ നോക്കിയായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു, നല്ല പൊളിയായിരുന്നു. നിങ്ങളോർക്കും ഒരു ഊണ് കഴിക്കാൻ വരുമ്പോൾ എന്തിനാ ഈ കത്തി വേഷമൊന്നും. കൊച്ചൊക്കെ നടക്കാൻ തുടങ്ങിയില്ലേ, കമ്മൽ പാട്ട് പോയ വഴി കണ്ടില്ല. പിന്നെ കയ്യിൽ കിട്ടിയൊരു ജിമുക്കും അതിന് പറ്റിയൊരു ചുരിദാറും ഇട്ടുണ്ടെങ്കിൽ പോകുന്നതാണ്. അങ്ങനെ കഥ പറഞ്ഞിരുന്ന് നമ്മുടെ ഊണ് വന്നു കേട്ടോ. എന്തോരം കറികളാണ്. എൻ്റെ കണ്ണ് കറികളിലേക്കാണ് പോയെങ്കിൽ വേദൂട്ടൻ്റെ കണ്ണുപോയത് പപ്പടത്തിലേക്കാണ് കേട്ടോ. കാര്യം അവനൊരു പപ്പടക്കുട്ടനാണേ. അങ്ങനെ നമ്മുടെ കറികളൊക്കെ പരിചയപ്പെടുത്താം. മോരുണ്ട്, ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ സേമിയ പായസം ഉണ്ട് കേട്ടോ. പിന്നെ നല്ല മാങ്ങ അച്ചാർ, അവിയൽ, തോരൻ, ബീട്രൂട്ട് പച്ചടി. പിന്നെ നമുക്ക് ചാറ് കറിയായിട്ട് വിളമ്പുന്നത് സാമ്പാർ, പുളിശ്ശേരി, രസമാണ് കേട്ടോ. മൂന്നും നല്ല ടേസ്റ്റാണ്. സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ബ്രാഹ്മൺ സാമ്പാറില്ലേ, അതായത് തമിഴ്നാട് സ്റ്റൈല്, നല്ല ജീരകമൊക്കെ ചേർത്ത് ഏറെ മല്ലിയിലൊക്കെ ഇട്ടുള്ളത് സാമ്പാർ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും പച്ചവെള്ളം പോലത്തെ ഒന്നും അല്ല കേട്ടോ, നല്ല കുറുക്കൻ സാമ്പാർ. ഇവിടുത്തെ എല്ലാ കറിയും തന്നെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അവിടുത്തെ അകത്ത് എടുത്ത് പറയേണ്ടതായിരുന്നു നമ്മുടെ മാങ്ങാച്ചാർ. നല്ല ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയാവോ. ആ രുചിയിൽ ഞാൻ മാങ്ങാച്ചാർ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അവിയൽ. എല്ലാ കഷ്ണങ്ങളോടും കൂടി ഏറെ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയ അവിയൽ. ഞാനിങ്ങനെ എല്ലായിടത്തുനിന്നും കുറേ തേങ്ങയൊന്നും അവിയലിനകത്ത് ചേർത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഏറെ തേങ്ങ അരച്ച് നല്ല പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ചുവ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കതിൽ ഇഷ്ടപ്പെടാതിരുന്നത് ആകെപ്പാടെ ആ ബീട്രൂട്ട് പച്ചടി മാത്രമാണ് കേട്ടോ. അത് അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. അത് മാത്രം എൻ്റെ പന്തിയിലുണ്ടായിരുന്നുള്ളൂ മിച്ചം. പന്തിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ സദ്യ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് വരുന്നത് വാഴയിലയാണ് കേട്ടോ. അത് ഞാൻ നന്നായിട്ട് മിസ് ചെയ്തു. ഒരു വാഴയിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ആദ്യം ഒന്ന് കുഞ്ഞിന് കൊടുത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ആകെ 2 വാ വെച്ചിട്ട് പിന്നെ അവൻ പപ്പടത്തിലായി. പിന്നെ ഞാൻ എൻ്റെ കാര്യം നോക്കി തീറ്റ തുടങ്ങി. എല്ലാ കറികളും നമ്മൾ എത്ര വട്ടം ചോദിച്ചാലും കൊണ്ട് തരും കേട്ടോ. അൺലിമിറ്റഡ് ആയിട്ടാണ് ചോറും സൈഡ് കറികളും എല്ലാം തരുന്നത്. ഞാൻ എല്ലാ കറിയും 2ാമത് മേടിച്ചു കേട്ടോ. തൈരൊക്കെ നല്ല കട്ടി തൈരാണ് കേട്ടോ, അല്ലാതെ പച്ചവെള്ളം ചേർത്തിട്ടുള്ള തൈരൊന്നും അല്ല. കുടിച്ചപ്പോഴേ എനിക്കിഷ്ടമായി. ഞാനന്ന് വേദൂട്ടനും വെച്ച് കൊടുത്തു ഒരു തൈര് മീശ. അത് കുടിച്ചപ്പോഴുള്ള അവൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ തൈര് മീശ. ഈ ആര്യാസിൽ പനീറിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. പനീർ ടിക്ക മസാല, പനീർ ദോശ. ആ പനീർ ദോശയൊക്കെ നല്ല ചീസൊക്കെ ഇട്ടാണ് കേട്ടോ വരുന്നത്. ഇതിന് മുമ്പ് ഞങ്ങൾ ഒരു വട്ടം ഇവിടുന്ന് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സൈഡ് കറികളും രസമൊക്കെ ഞാൻ 2ാമത് മേടിച്ച കൂട്ടത്തിൽ വീഡിയോ എടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ നല്ല കയ്യിലൊക്കെ രസം മേടിച്ചതാണ് കേട്ടോ. നല്ല തിളച്ച രസമായിരുന്നു. കൈ നന്നായിട്ട് പൊള്ളിയിട്ടു. ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ. അപ്പോൾ ഒരു ഊണിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 110 രൂപയാണ് കേട്ടോ, പായസം ഉൾപ്പെടെ. പായസമൊക്കെ തീരെ കുറവാണ് കേട്ടോ ക്വാണ്ടിറ്റി. ഒരു പേരിനുള്ള പായസം, പക്ഷെ കുറച്ചുകൂടെ കിട്ടിയിരുന്നാൽ കൊള്ളായിരുന്നു. ബില്ലിൻ്റെ അവിടെ വായി നോക്കി നിന്നപ്പോഴാണ് കേട്ടോ ഞാൻ ആ ഷെയ്ക്കിൻ്റെ കുറേ ലിസ്റ്റ് കണ്ടത്. കുറേ വെറൈറ്റി ഷെയ്ക്കുകളുണ്ട് കേട്ടോ. അവക്കാഡോ, അത് മിക്സഡ് ആയിട്ടുള്ള ഷെയ്ക്കുകളൊക്കെ. AC ഡൈനിങ് ഏരിയ, നോൺ AC ഡൈനിങ് ഏരിയ അവിടെ ഉണ്ട് കേട്ടോ. ACക്ക് പ്രത്യേകം ചാർജൊന്നും ഈടാക്കുന്നില്ല കേട്ടോ. ബില്ലിൻ്റെ അവിടെ കുട്ടികളെ ആകർഷിക്കാനും നമ്മളെ ആകർഷിക്കാനും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ 5 രൂപയുടെ പേടമിഠായി ഒക്കെ ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഒരെണ്ണം ഞാനും വാങ്ങി കേട്ടോ. ഞാൻ എന്താണ് ഈ കാലിൽ തപ്പണേന്ന് വെച്ചിട്ട് അവൻ്റെ പപ്പടം മൊത്തം എൻ്റെ കാലിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ആര്യാസ് ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയോലപ്പറമ്പ് DB കോളേജിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.